നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോണ വിഭവം പരിപ്പ് കുത്തിക്കാച്ചിയത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുണ്ടാവും. എന്നാലും നമുക്ക് ഈ വിഭവത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇന്നത്തെ വിഭവത്തിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി നമ്മൾ ഒരു 1/2 കിലോ പരിപ്പ് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കാണാം. അതുപോലെ തന്നെ നമ്മളിവിടെ വെച്ചിരിക്കുന്നത് കുറച്ച് സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലമുളക്, ലേശം മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പ്, അതുപോലെ മുളക് പൊടി, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്ക് ഇതിനാവശ്യം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബോളയും അതുപോലെ തന്നെ നമ്മുടെ കൊല്ലമുളകും കൂടി നമുക്ക് മിക്സിയിലൊന്ന് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് നേരെ അടുത്ത ഇതിലേക്ക് കിടക്കാം. ഓക്കെ, സബോളയും അതുപോലെ തന്നെ നമ്മുടെ കൊല്ലമുളകും കൂടി മിക്സിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നമ്മളെന്തായാലും ചട്ടിയിലേക്ക് ഈ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ എന്താ പറയുക സബോളയും അതുപോലെ തന്നെ നമ്മുടെ കൊല്ലമുളകും കൂടി നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടാണ്. അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പരിപ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി നമ്മൾ ഇടുന്നുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു കുറച്ച് ലേശം മുളക് പൊടി ഇട്ടാൽ മതി. പിന്നെ ഉപ്പ് നമ്മൾ അതിലിട്ടിട്ടുണ്ട് നമ്മുടെ പരിപ്പിൽ. എന്നാലും നമുക്കൊരു ലേശം ഉപ്പിടാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക. നമ്മൾ ഇത് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പരിപ്പിടാൻ പോണ്. പരിപ്പിട്ട് കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഇളക്കണം. നമ്മളിത് എന്തായാലും ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. കുറച്ച് വെള്ളം വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഇളക്കി നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്താം. നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചത് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഈ വിഭവം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കണം പറഞ്ഞുകൊണ്ട് ഇനിയും അടുത്തൊരു നല്ല വിഭവമായിട്ട് എത്തുന്നവരെ നന്ദി, നമസ്കാരം.